ഹായ് സ്റ്റുഡൻസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പഠിക്കാം. ഇതുവരെക്കും ട്രിഗ്നോമെട്രിയിൽ എന്ത് ചെയ്യാം? ആംഗിളിനെ ഡിഗ്രിയിലേക്ക് മാറ്റാനും ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാനും എങ്ങനെയാണ് റെവല്യൂഷൻ അല്ലെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആർക്ക് ലെങ്ത് ഇതൊക്കെ കാണാനും നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രിഗ്നോമെട്രിക് ചാപ്റ്ററിലെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഈ ഫങ്ഷൻ എന്തായാലും പഠിക്കുമ്പോൾ വളരെയധികം നല്ലവണ്ണം മനസ്സിലാക്കി എപ്പോഴും മറന്നു പോകാത്ത രീതിയിൽ റെഡിയാക്കി എടുക്കാം. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും വളരെ ഈസി ആയിട്ട് പഠിക്കാം. പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ് ടു ടൈമായിട്ടും നിങ്ങൾ പഠിക്കാം. അതായത് എപ്പോഴാണ് പറയുന്നത് ആ സമയം ഓൺ ദ സ്പോട്ട് ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് പറഞ്ഞു പഠിക്കുക കൂടെ ചെയ്യും. അപ്പം നമുക്ക് ആദ്യം ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. നിങ്ങൾക്കറിയാം ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് 10th ചാപ്റ്ററിൽ സൈന്, കോസ്, ടാന്, സീക്ക്, കൊസീക്ക്, കോട്ട് അങ്ങനെ 6 ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിങ്ങൾക്ക് 3 പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ +1 എത്തിയപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഫങ്ഷൻസ് വേണമെന്ന് മനസ്സിലാവും. അപ്പോൾ സൈനും കോസും ടാനും മാത്രമല്ല അതിൻ്റെ കോഫങ്ഷൻസ് ആയ കൊസീക്കും സീക്കും കോട്ടും പഠിക്കാനുണ്ട്. അപ്പോൾ 6 ഫങ്ഷൻസും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. നമുക്ക് സൈൻ എപ്പോഴും സൈൻ എക്സ്, അതായത് പറയുന്ന അതുപോലെ പഠിക്കാം. സൈൻ nπ എപ്പോഴും 0 ആയിരിക്കും. അതായത് സൈൻ 1π 0 ആയിരിക്കും, സൈൻ 2π 0 ആയിരിക്കും, സൈൻ 3π വാല്യൂ 0 ആയിരിക്കും, കോസ് nπ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ അവിടെ 10 ആണെങ്കിൽ 10π 0. അപ്പൊ nπ പൈന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ സൈനിന്റെ വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഒരു ഐഡന്റിറ്റി ക്ലിയർ ആയില്ല എന്ന് വിചാരിക്കും. അപ്പൊ കോസ് nπ ന്റെ -1/n. കോസ് nπ-ന്റെ വാല്യൂ -1/n ആണ്. അതായത് ഈ എന്നിനൊക്കെ പ്രത്യേകത റിയൽ നമ്പേഴ്സ് ആയിരിക്കും, സെറ്റ് ആയിരിക്കും, എല്ലാ നമ്പേഴ്സും കൊടുക്കും. അപ്പം ഇതില് 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കണ്ടേ? അപ്പൊ എന്തായിരിക്കും? കോസ് π എന്തായിരിക്കും? -1/1. എന്താ? -1 ആണ്. അപ്പൊ ഈ 2 പഠിച്ചു കേട്ടോ. അതേമാതിരി കോസ് 2π -1/2 ആണ്. അപ്പൊ -1 എന്താ? +1. കോസ് 3π -1/3 ആണ്. അപ്പൊ ഓഡ് നമ്പർ ആണെങ്കിൽ മൈനസ് വരും. കോസ് 4π ഈവൺ ആയതുകൊണ്ട് 1. അപ്പൊ 5π അപ്പൊ -1. 6π +1. കോസ് 7π -1. അപ്പൊ പൈന്റെ മുന്നേ ഓഡ് നമ്പർ ആണെങ്കിൽ മൈനസ് ആണ് വരിക, ഈവൺ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ്. അപ്പൊ അത് റെഡിയാണോ? സൈൻ nπ 0 ആയിരിക്കും. അതായത് സൈൻ എല്ലാ നമ്പറും, ഓടല്ല എല്ലാ നമ്പറും 1π 2π 3π ഒക്കെ 0 ആയിരിക്കും. ഇനി കോസ് ഇവിടെ പൈ എക്സ് ആക്കി എടുക്കാം. ഇതന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ചെയ്യും. കോസ് എക്സ് എന്തായിരിക്കും? സൈൻ എക്സ് എന്താണെന്നൊക്കെ തന്നിട്ടുണ്ടാവും. സൈൻ എക്സ് 0 ആണ്, അങ്ങനെ പഠിപ്പിക്കുന്നതാണ്. nπ എന്നാണ്. അതായത് ഇവിടെ എന്തായിരിക്കണം? എക്സിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? nπ n സെറ്റ് ആയിരിക്കും. അതുപോലെ എക്സ് കോസ് എക്സ് ഈക്വൽ ടു 0 വരുന്ന കേസ് ഉണ്ട്. ഇവിടെ -1 +1 അല്ലേ? അപ്പൊ 0 വരെ എപ്പോഴാന്ന് പറഞ്ഞാൽ എക്സിന് 2n + 1 π/2. അതായത് n എന്തായിരിക്കണം? എലമെന്റ് ഓഫ് സെറ്റ്. അപ്പൊ ഇതും കൂടെ നിങ്ങൾ പഠിച്ചെടുക്കും. ഇത് ഈ സൈൻ nπ-ന്റെ ഇത് തന്നെയാണ് വാല്യൂ. കാരണം nπ 0 ആയിരിക്കും. എല്ലാ പൈ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും 0 ആയിരിക്കും. എക്സിന് പൈന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ കൊടുത്താൽ 0 ആയിരിക്കും. പോസിറ്റീവ്, അത് റിയൽ നമ്പേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ കോസ് എക്സ് 0 ആവുന്ന കേസ് ഫ്രാക്ഷൻസ് വരുമ്പോഴാണ്. ഇപ്പൊ 2n + 1/2. അപ്പൊ നമുക്ക് 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോ എന്താ? 3π/2. കോസ് 3π/2. 0 കൊടുത്തു നോക്കൂ. π/2. കോസ് π/2 0 അല്ലേ? കോസ് 90 0 അല്ലേ? അപ്പൊ കോസ് 90 0 ആണ്. അപ്പൊ നമുക്ക് ആദ്യം കോസ് π/2 കണ്ടുപിടിക്കാം. അതായത് ഇവിടെ
കോസ് 2n + 1 π/2 എത്രയാന്ന് നോക്കുമ്പോൾ എന്നിന് 0 ആണ് കൊടുക്കുന്നത് വെച്ചാൽ ഇവിടെ എന്തായി മാറും കോസ് π/2. കോസ് π/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ട് 90 ആണ്. 90 π/2 കോസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0. അതുപോലെ 1 കൊടുക്കുമ്പോൾ 2 + 1 3π/2. അപ്പോൾ 3π/2 വരുമ്പോൾ 0 ആയിരിക്കും. 2 കൊടുക്കുക അപ്പോൾ 5/2. പിന്നെ 3 കൊടുക്കുമ്പോൾ 7π/2. അങ്ങനെ നമുക്ക് ഏതൊക്കെ വരുമ്പോഴാണ് π/2, 3π/2, 5π/2, 7π/2 ഒക്കെ വരുമ്പം എന്തായിരിക്കും വരിക കോസ് 0. 4π വരാത്ത എന്താ ഇവിടെ 4π/2 വരാത്ത എന്താ 4π/2 എന്ന് പറഞ്ഞാൽ 2π ആവും. 2π ഇവിടെ പഠിച്ചെങ്കിലേ അപ്പൊ ഈ രണ്ട് ബോക്സും പഠിച്ചു കിട്ടും. സൈൻ nπ സൈനിന്റെ പൈന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ 0 അത് തന്നെയാണ് ഇതും. പക്ഷെ കോസിന് രണ്ടും ഡിഫറെൻ്റ് ആണ്. കോസ് nπ എന്ന് പറയുമ്പോൾ പൈന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള π, 2π, 3π, 4π അങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ 0 വരില്ല. പക്ഷെ ഫ്രാക്ഷൻസ് വരുമ്പോൾ എന്തായി വരും 0 വരും. അപ്പം കോസ് ഓഫ് ഫ്രാക്ഷൻ ആണ് π/2, 3π/2, 5π/2, 7π/2 വരുമ്പോൾ 0യും പൈ വരുമ്പോൾ ഓഡ് നമ്പർ വരുമ്പോൾ -1ഉം ഈവൻ വരുമ്പോൾ +1. അതായത് മുകളിൽ ഇത് ഇവിടുത്തെ നമ്പർ നോക്കിയിട്ട് പറയാം 1 -1, 2 ആയതുകൊണ്ട് +1, 3π ആയതുകൊണ്ട് -1. പക്ഷെ ഇവിടെ നമുക്ക് π/2 വരുന്നതുകൊണ്ട് 0, 3π/2 എന്ന് പറയുമ്പോഴും 0, 5π/2 എന്ന് പറയുമ്പോഴൊക്കെ 0 ആയിരിക്കും. അപ്പം ഈ രണ്ട് ടേബിൾ റെഡി ആക്കി വെക്കുക. ഇപ്പോൾ ക്ലിയർ ആയോ? സൈൻ nπ 0 ആയിരിക്കും. സൈൻ എക്സ് എക്സിൻ്റെ സ്ഥാനത്ത് ഏത് പൈൻ്റെ മൾട്ടിപ്പിൾസ് കൊടുത്താലും എന്തായിരിക്കും 0 ആയിരിക്കും. പക്ഷെ കോസിന് കോസ് nπ എന്ന് പറയുമ്പോൾ -1/n ആയിരിക്കും. ഒന്ന് പ്ലസും ഒന്ന് മൈനസോ. ഓഡ് നമ്പർ ആകുമ്പോൾ -1ഉം ഈവൺ നമ്പർ ആണ് വരുന്നത് n വെച്ചാൽ +1 ആയിരിക്കും. പക്ഷെ ഫ്രാക്ഷൻസ് വരുമ്പോൾ കോസിന്റെ വാല്യൂ ഒക്കെ എന്തായി വരും 0 വരും. ക്ലിയർ ആയി? ഇനി അടുത്ത ഇക്വേഷൻസ് ആണ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാം. 6 സൈൻ, കോസ്, ടാൻ. 10th പഠിച്ചു. കൊസീക്ക്, സീക്ക്, കോട്ട്. ഈ 6 വെച്ചിട്ട് കുറച്ചും കൂടെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അതായത് സൈൻ്റെ റെസിപ്രോക്കൽ ഫങ്ഷനാണ് കൊസീക്ക്. സൈൻ എന്ന് കേട്ടാൽ 1/കൊസീക്ക്. കൊസീക്ക് എന്ന് പറയുമ്പോൾ 1/സൈൻ. അതുപോലെ കോസിന്റെ റെസിപ്രോക്കൽ 1/സീക്ക്. സീക്കിന്റെ റെസിപ്രോക്കൽ കോസ്. ടാനിന്റെ റെസിപ്രോക്കൽ കോട്ട്. കോട്ടിന്റെ റെസിപ്രോക്കൽ എന്താ വരിക ടാൻ. അങ്ങനെ എത്ര എണ്ണം എഴുതാം? 6 ഐഡന്റിറ്റീസ് എഴുതാം. റെസിപ്രോക്കൽ ഫങ്ഷൻസ് എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 1/കൊസീക്ക. ഇല്ല, കൊസീക്ക് എക്സ് ഒരിക്കലും 0 ആകുന്നത്. ഡിനോമിനേറ്റർ 0 ആയി നമുക്ക് ഫങ്ഷൻസ് ഉണ്ടാവും. കോസ് ആണെങ്കിലോ കോസിന് നേരെ എന്താ വരിക 1/സീക്ക്. അതുപോലെ ടാൻ ആണെങ്കിൽ എന്താ വരിക 1/കോട്ട്. അങ്ങോട്ട് ഓപ്പോസിറ്റ്. അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ കൊസീക്ക് എക്സ് ആണെങ്കിൽ 1/സൈൻ. സൈൻ ഒരിക്കലും 0 ആകരുത്. സീക്ക് ആണെങ്കിൽ 1/ എന്തായിരിക്കും സീക്കിന്റെ 1/കോസ്. കോട്ടാണെങ്കിൽ 1/ടാൻ. ഇങ്ങനെ 6 ഫങ്ഷൻസ് ആണ്. അതായത് സൈൻ ആണെങ്കിൽ കൊസീക്ക് 1/കൊസീക്ക്, കൊസീക്ക് ആണെങ്കിൽ 1/സൈൻ, കോസ് ആണെങ്കിൽ സീക്ക്, സീക്ക് ആണെങ്കിൽ കോസ് 1/കോസ്, ടാൻ ആണെങ്കിൽ 1/കോട്ട്, കോട്ട് ആണെങ്കിൽ 1/ടാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. ഇനി ടാൻ കാണാൻ സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ x/cos x. അപ്പൊ കോട്ട് കാണാനോ ടാനിന്റെ റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. എന്താ കോട്ട്? കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ cos x/sin x. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരാറുണ്ട്, ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് ഇത് ആവശ്യം വരും.
അത് വെച്ച് വലിയ കൂടുതൽ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് എപ്പോഴെങ്കിലും സിംപ്ലിഫൈ ചെയ്യണമെന്ന് തോന്നാണ്, ഒരു പ്രോബ്ലം ലാസ്റ്റിലേക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാം, അതായത് +1 നിങ്ങൾക്ക് കൂടുതൽ, കാരണം ഇതൊക്കെ നിങ്ങൾ CBSE കുട്ടികൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അവർക്ക് ഇത് വളരെ സിമ്പിളാവും. പക്ഷെ ടാനും കോസും ഉപയോഗിച്ചും അവർ ചെയ്തതാണ്, ഇത് റെഡിയാക്കി എടുത്താണ്. പക്ഷെ കേരള സിലബസിലെ കുട്ടികൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നതായി തോന്നും. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. പക്ഷെ ടാനും കോട്ടും നിങ്ങൾ എന്തായാലും മറക്കാതെ പഠിക്കുക. ഇത് പിന്നെ പെട്ടെന്ന് ഓർത്താണ്ട് വെക്കുക, എന്താണ് ഇങ്ങനെ കോഫങ്ഷൻസ് ആണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പം ടാനിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക, ഇക്വേഷൻ sin x by cos x. അപ്പൊ കോട്ടാകുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എന്താ വരിക, cos x by sin x. റെസിപ്രോക്കൽ ഫങ്ഷൻസ് എന്നാണ് ഇതിന് പറയുക, റെസിപ്രോക്കൽ ഫങ്ഷൻസ്. അങ്ങനെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് കഴിഞ്ഞു, കുറച്ച് അത്യാവശ്യം ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് കഴിഞ്ഞു. ഇനി കുറച്ച് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് പഠിക്കുന്നത്. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്, അതും CBSE കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അതൊന്ന് ചില സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അത്ര കൂടുതലായിട്ടൊന്നും +1 പക്ഷെ +2 ആവശ്യമുള്ളതുകൊണ്ട് പഠിച്ചു പോവുക. CBSE 10th പഠിച്ച കുട്ടികൾക്ക് ഇത് നല്ല റെഡി ആയതുകൊണ്ട് കേരള സിലബസ് കുട്ടികൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. sin² x പ്ലസ് cos² x 1 ആണ്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. 10th ഇക്വേഷൻ വെച്ച് sin x കാണാം, cos x കാണാം, രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഐഡന്റിറ്റി കിട്ടും. അതിന്റെ പ്രൂഫ് ഒന്നും നിങ്ങൾ പഠിക്കില്ല, CBSE ടെക്സ്റ്റ് ബുക്കിലെല്ലാം പഠിച്ചു പോയതുകൊണ്ട് നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പഠിച്ചാൽ. സൈനും കോസിന്റെയും പവേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം എന്തായിരിക്കും 1 ആയിരിക്കും. ഇത് നിങ്ങൾ 2 ഐഡന്റിറ്റി കൂടി ഉണ്ടാക്കാം. sin² x ആണ് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, 1 - cos² x. അതുപോലെ cos² x ആണ് കാണുന്നത്, ഇക്വേഷൻ ഉണ്ടാവും 1 - sin² x. അങ്ങനെ 3 ഐഡന്റിറ്റീസ് ആണ്. അതുപോലെ നമുക്ക് സൈൻ കോസ് മാത്രമല്ലേ ഉള്ളൂ, c² മൈനസ് tan². ഇതാണ് നിങ്ങൾക്ക് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ c² x കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, മൈനസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് tan² x. അപ്പൊ തന്നെ പഠിച്ചു പോവാം. c² x മൈനസ് ആണ്, പ്ലസ് അല്ല. tan² x = 1 ആണ്. അപ്പൊ മൈനസ് tan² x അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് tan² x ആണ്. ക്ലിയർ അല്ലേ? ഇനി tan² x, അപ്പൊ tan² x ആണെങ്കിൽ എന്തായിരിക്കും വരിക, tan² x അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ +1 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്തായിരിക്കും വരിക, c² x ഇവിടെ ഉണ്ടായിരുന്നു, +1 ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ്. അങ്ങനെ 3 ഐഡന്റിറ്റി. അപ്പൊ സീക്കും ടാനും സൈനും കോസും കഴിയും. ഇനി ഇല്ല കഴിയാത്ത ഏതാ, cosec². cosec² x മൈനസ് എന്തായിരിക്കും, cot² x ആണ്. അപ്പൊ ഇതിലും cosec² പ്ലസ് അല്ല മൈനസ് ആണ്. അതുപോലെ വീണ്ടും 2 ഐഡന്റിറ്റീസ് ഉണ്ടാക്കുക. cosec² x ആണ് കാണുന്നത് വെച്ചാൽ 1 പ്ലസ് cot² x ആണ്. cot² x ആണെങ്കിൽ cosec² x മൈനസ് 1. അങ്ങനെ 9 ഐഡന്റിറ്റീസ് ആണ് സ്ക്വയർ ഫംഗ്ഷൻസിൽ വരുന്നത്. റെസിപ്രോക്കൽ 6 നിങ്ങൾ പഠിച്ചു. അത് കൂടാണ്ട് 2 ടാനും കോട്ടിനും പഠിച്ചു. ഇതിൽ sin²ഉം cos²ഉം c²ഉം tan² തമ്മിൽ റിലേഷനും cosec²ഉം cot² തമ്മിൽ അങ്ങനെ 9 ഇക്വേഷൻസ് ആയി. ഈ ഇക്വേഷൻസും CBSE കുട്ടികൾ ഇത് വെച്ചിട്ട് കുറേ പ്രൂഫുകളും ഒക്കെ പഠിച്ചതുകൊണ്ട് അവർക്കിത് വളരെ പഠിക്കേണ്ട ആവശ്യം വരില്ല. കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യാം, പ്രാധാന്യം കൊടുത്ത് പഠിച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ വർഷം കുറവാണ്, 10th ഇവർ പഠിച്ചത് കൊണ്ട്. പക്ഷെ എന്നാലും ഇത് എവിടെയെങ്കിലും ചില സമയത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് കൊണ്ട് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വർഷം നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യം വരണം. അപ്പം ഇത് ബേസിക് ആയതുകൊണ്ട് ഇത് പഠിച്ചെടുക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും സെപ്പറേഷൻ ചെയ്യാൻ പഠിച്ച മാതിരി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ബേസിക് ആയ കാര്യങ്ങളാണ്. അപ്പോൾ ആ ബേസിക് നിങ്ങൾ പഠിച്ചേ പറ്റും. സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്
ഓരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് സൈൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതാണ്. അതായത് മൈനസ് വരുമ്പോൾ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം സൈൻ ഓഫ് മൈനസ് എക്സ് എല്ലാത്തിനും ഉണ്ടാവില്ല. അപ്പോൾ കോസ് ഓഫ് മൈനസ് എക്സ്, ടാൻ ഓഫ് മൈനസ് എക്സ്, കൊസീക് ഓഫ് മൈനസ് എക്സ്, സീക് ഓഫ് മൈനസ് എക്സ്, കോട്ട് ഓഫ് മൈനസ്. ഈ ആറെണ്ണത്തിൽ മൈനസ് ഫങ്ഷൻസ് വരുമ്പോൾ എന്താണ്? അപ്പൊ നിങ്ങൾക്ക് സൈൻ ഓഫ് മൈനസ് എക്സ് കണ്ട മൈനസ് സൈൻ എക്സ് എന്നാണ്. അത് പഠിച്ചു. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് തന്നെയാണ്. അപ്പൊ ടാൻ ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും? ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തല്ലേ. അപ്പൊ എന്താ വരിക? ടാൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ മൈനസ് എക്സ് ബൈ കോസ് മൈനസ് എക്സ് ആണ്. അപ്പൊ ഇതിനോട് ഡിവൈഡ് ചെയ്ത് നമുക്ക് വരും മൈനസ് ടാൻ എക്സ്. കൊസീക് ഓഫ് മൈനസ് എക്സ് എന്തായിരിക്കും വരിക? മൈനസ് കൊസീക് എക്സ്. അപ്പൊ സീക്ക് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് ആണ്. കോട്ട് അപ്പൊ ദേവരി ചെയ്യുമ്പോൾ എന്താ? മൈനസ് കോട്ട് എക്സ്. അപ്പൊ ഇതിൽ ഏത് മാത്രം പോസിറ്റീവ് ആയിരിക്കും? കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് ആയിരിക്കും, സീക്ക് ഓഫ് മൈനസ് എക്സും സീക്ക് എക്സ് ആയിരിക്കും. ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ എന്തായിരിക്കും? സൈന് മൈനസ് ആണ് വരും. അങ്ങനെ 6 പഠിക്കും. എന്ത് ചെയ്യാം? വാല്യൂ ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. സൈൻ പഠിച്ചു. വാല്യൂ ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ആണ് ഫോർ സം സ്പെസിഫൈഡ് ആംഗിൾ ആണ്, ചില ആംഗിൾസ് മാത്രം. അപ്പൊ അത് നിങ്ങൾ കുറെ 10th തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 10th പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. എങ്ങനെയാ കിട്ടാനും കൂടെ 10th പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. സൈന്, കോസ്, ടാൻ. ഇവിടെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നായിരുന്നു 10th പഠിച്ചു. പക്ഷെ ഇവിടെ റേഡിയനിലാക്കി എഴുതി. അപ്പൊ നിങ്ങൾ റേഡിയൻ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പൊ സൈൻ 0ന്റെ വാല്യൂ എല്ലാവർക്കും അറിയുന്നുണ്ട്. എല്ലാവരും ഇതിന്റെ കൂടെ പറഞ്ഞുകൊണ്ട് പോവാ. സൈൻ 0 0, സൈൻ 30 അതായത് π/6 എന്തായിരുന്നു? 1/2 ആയിരുന്നു. 45 എന്തായിരുന്നു? 1/√2 ആണ്. π/3 എന്തായിരുന്നു? √3/2 ആണ്. π/2 1 ആണ്. ഇതാണ് കേരള സിലബസ് പഠിച്ചത്. അപ്പം കോസിന്റെ എന്തായിരുന്നു? നിങ്ങളോട് പറഞ്ഞു അത് ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് 1/√2 1/0. ഇതൊക്കെ നേരത്തെ പറഞ്ഞു. സൈൻ 0 0, സൈൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. ഇനി ടാൻ്റെ കാണാൻ ഇതിനോട് ഡിവൈഡ് ചെയ്തിട്ട് 0, ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√3. ടാൻ സൈൻ ബൈ കോസ് ആണ്. ഇപ്പോൾ 1 ആണ്. ഇതും സൈനിന്റെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്തത് എന്താ? √3 ആണ്. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോട്ട് ഡിഫൈൻഡ്. ഇതുവരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു. എന്തായിരുന്നു? സൈൻ n π, സൈൻ്റെ പൈ n π, π 2π 3π ഒക്കെ വരുമ്പോൾ എന്താ വരിക? 0 ആണ് വരിക. അപ്പോൾ ആ 0 കൊണ്ട് എഴുതാം 0 π. സൈൻ 2πയും 0 ആണ്. അതുപോലെ സൈൻ്റെ ഫ്രാക്ഷൻസ് വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചില്ലായിരുന്നു. ഫ്രാക്ഷൻസ് വരുമ്പോൾ -1 ആണ് വരും. ഓടായതുകൊണ്ട് -1. അപ്പോൾ അതാണ് എഴുതിയിട്ട്. അത് നിങ്ങൾ അത് പഠിച്ചാൽ മതി. സൈൻ ഇനി അത് കേഷനാക്കി പഠിക്കണമെന്നില്ല. സൈൻ 3π/2 എന്താണ്? -1. അതുപോലെ കോസിന്റെ നമ്മൾ പഠിപ്പിച്ചു. കോസ് n π എന്തായിരിക്കും? കോസ് n π -1/. ഓടാണെങ്കിൽ -1ഉം, ഈവൺ ആണെങ്കിൽ അപ്പൊ ഇത് ഓടല്ലേ, ഓടാകുമ്പോൾ -1, ഈവൺ ആണെങ്കിൽ 1. പിന്നെ ഫ്രാക്ഷൻ വരുമ്പോൾ എന്തായി മാറുന്നു പഠിപ്പിച്ചു? 0 ആണെന്ന് പഠിപ്പിച്ചു. അപ്പൊ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? 10ാം ക്ലാസ് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വെച്ച് ചെയ്യും. ഇനി ടാൻ കാണാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുക 0. ഇതിനോട് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇത് 0നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0. അപ്പോൾ വളരെയധികം ഈസി ആയിട്ട് പഠിച്ചില്ലേ? അപ്പോൾ ടേബിൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഐഡന്റിറ്റീസ് യൂസ് ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടും. ഓക്കെ അല്ലേ? ടേബിളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു. ഇനി നമുക്ക് സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇൻ ഡിഫറെൻറ്റ് ക്വാഡ്രന്റ് ആവണം. അപ്പോൾ എന്താണ് ക്വാഡ്രന്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇൻ ഡിഫറെൻറ്റ് ക്വാഡ്രന്റ്. നിങ്ങൾക്കറിയാം ഒരു പ്ലെയിനെ എത്ര ക്വാഡ്രന്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പഠിച്ചു? 4 ക്വാഡ്രന്റ് ആണ് 10th കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വർഷം മുതൽ 3 ഡയമെൻഷനിലാവുമ്പോൾ 8 ക്വാഡ്രന്റ് ഉണ്ട് എന്ന് പഠിക്കാം.
പക്ഷെ തൽക്കാലം ഇപ്പം 2 ഡയമെൻഷൻ മാത്രമാണ്. ഒരു പ്ലെയിനിനെ നമ്മൾ 4 ഈക്വൽ പാർട്ടാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നോക്കുക. അപ്പൊ ഇതിനെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നും ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ്, ഫോർത്ത്. ഇനി ഈ ക്വാഡ്രന്റില് സൈൻ കോസിന്റെ വാല്യൂസ് എങ്ങനെയാണ് വരിക എന്ന് പഠിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു പോവാണ്. ഫസ്റ്റ് ക്വാഡ്രന്റില് ഓൾ പോസിറ്റീവ് ആയിരിക്കും. അതായത് ഓൾ പോസിറ്റീവ് ആയെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് 6 പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് സൈൻ്റെ കോഫങ്ഷൻ, സൈനും സൈൻ്റെ കോഫങ്ഷൻ ഏതാ, സൈനും സൈൻ്റെ ഓപ്പോസിറ്റ് ഏതാ നിങ്ങൾ പഠിച്ചത്, കൊസീക്ക്, അതും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ടാനും ടാനിൻ്റെ ഓപ്പോസിറ്റ്, ടാനിൻ്റെ കോട്ട്, ഇവിടെ ഏതാ വരിക, സി, കോസ് ആണ് വരിക, കോസും കോസിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ ഇവിടെ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ സൈനും സൈൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏതാണ്, സൈൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതാ, കൊസീക്ക്, സൈനും കൊസീക്കും, ടാനും കോട്ടും, കോസിൻ്റെ ഏതാ, സീക്ക്. ഇങ്ങനെ ആണ് ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെയാ ഓർക്കാൻ നിങ്ങൾക്ക് ഇത് ബൈഹാർട്ടാക്കി പഠിക്കണമെന്നില്ല. ഇത് ഷോർട്ട് ആക്കിയിട്ട് ഓൾ സ്റ്റുഡൻസ് എന്നാക്കുക. എസ് ആയതുകൊണ്ട് ഓൾ സ്റ്റുഡൻസ് ടേക്ക്, ടേക്ക് കോഫി, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിനെ ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ ഓൾ സ്റ്റുഡൻസ് സ്റ്റഡി ട്രിഗണോമെട്രി കെയർഫുള്ളി, CL കെയർഫുള്ളി. അപ്പൊ അതാകുമ്പോൾ നിങ്ങൾ ട്രിഗണോമെട്രിനെ ബേസ് ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ, ഓൾ സ്റ്റുഡൻസ് സ്റ്റഡി ട്രിഗണോമെട്രി കെയർഫുള്ളി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഓൾ എന്ന് പറയുന്ന എല്ലാ ഫങ്ഷൻസും പോസിറ്റീവ്. സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഏതെങ്കിലും ഒന്ന് എടുക്കാം. അപ്പം സൈനും സൈൻ്റെ കൊസീക്കും പോസിറ്റീവ്. ട്രിഗണോമെട്രി അപ്പം ടാനും ടാനിൻ്റെ ഓപ്പോസിറ്റായി കോട്ടും. ഇവിടെ കെയർഫുള്ളി കോസും കോസിൻ്റെ കൊസീക്കും. അപ്പം എല്ലാ ഫങ്ഷൻസും എന്തായിരിക്കും, പോസിറ്റീവ്. അപ്പം സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് ഒക്കെ എന്തായിരിക്കും, പോസിറ്റീവ്. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഇത് പഠിച്ചാൽ. അതുപോലെ ഇവിടെ ഏതൊക്കെയായിരിക്കും, സൈന് പോസിറ്റീവ് ആയിരിക്കും, കോസ്, ടാന്, ഇവിടെ കൊസീക്ക്, സീക്ക്, കോട്ട്. ഇതിൽ ഏത് മാത്രം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സൈനും കൊസീക്കും പോസിറ്റീവ്, സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കിയുള്ളതിനൊക്കെ നെഗറ്റീവ്. ആ രണ്ടും പോസിറ്റീവാണ്, ബാക്കി നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പൊ ഇത് രണ്ടും മാത്രം പോസിറ്റീവ്, ബാക്കിയുള്ള എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഇവിടെ സൈന്, കോസ്, ടാന്, കോട്ട്, അതിൽ ഏതൊക്കെ പോസിറ്റീവ് ആയിരിക്കും, കോസോ ഇത് രണ്ടും പോസിറ്റീവ്, ബാക്കി 4 എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ എഴുതണമെന്നില്ല. എന്താണ്, നിങ്ങൾക്ക് ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് പഠിക്കാം. അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് സ്റ്റഡി ട്രിഗണോമെട്രി കെയർഫുള്ളി. ഏതെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങളത് പഠിച്ചു നോക്കുക. അപ്പൊ ഇതിൽ കുറേ ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കാം. ഇവിടെ തന്നെ 12 ഇക്വേഷൻ ഉണ്ടാവും. ഇവിടെ 12 ഇക്വേഷൻ, 12 അങ്ങനെ 48 ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അത് ഞാൻ പറഞ്ഞു പോവാണ്. ഇവിടെ 0 ആണ്. ഇവിടെ എത്ര വരാം, π/2 ആണ് വരിക. ഇവിടെ ഏതാ വരിക, 3π/2 എന്ന് വരും. ഇവിടെ പൈ ആണ് വരിക. ഇവിടെ 3π/2. തിരിച്ച് അത് കംപ്ലീറ്റ് 1 റെവല്യൂഷൻ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, 2π or 2π. അങ്ങനെ നിങ്ങൾക്ക് അതറിയെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ ഓൾ സ്റ്റുഡൻസ് സ്റ്റഡി ട്രിഗണോമെട്രി കെയർഫുള്ളി എന്നുള്ള വാക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ ട്രിഗണോമെട്രിക് ഫങ്ഷൻസും എഴുതാം. അപ്പോൾ ഒന്നിത് നിങ്ങൾ റെഡിയായി.
അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മുഴുവൻ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് 0+ ആയാലും 0നേക്കാൾ കൂടിയാലും π/2 കുറഞ്ഞാലും എവിടെയാ വരിക, ഈ ക്വാഡ്രന്റിലാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് sin π/2 മൈനസ് തീറ്റാണെങ്കിൽ എന്തായിരിക്കും വരിക, ഫ്രാക്ഷൻ ആണ് വരുന്നത്. സൈൻ ആണെങ്കിൽ കോസ് ആണ്, കോസ് തീറ്റ ആണ് വരും. അതുപോലെ കോസ് π/2 മൈനസ് തീറ്റ ആണെങ്കിൽ എന്ത് വരും, കോസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, സൈൻ ആണ് വരും. സൈൻ π/2 മൈനസ് തീറ്റ ആണെങ്കിൽ എന്താ വരിക, ടാൻ π/2 മൈനസ് തീറ്റ ആണെങ്കിൽ പോട്ട് വരും. അതുപോലെ നിങ്ങൾക്ക് തിരിച്ച് കൊസീക് π/2 മൈനസ് തീറ്റ ആണെങ്കിൽ സീക്ക് വരും. സീക്ക് π/2 മൈനസ് തീറ്റ ആണെങ്കിൽ സീക്ക് ആണെങ്കിൽ കൊസീക്ക് വരും. കോട്ട് π/2 മൈനസ് തീറ്റ ആണെങ്കിൽ ടാൻ വരും. അങ്ങനെ 6 ഉണ്ടാവും. അപ്പൊ 3 6. ആ 6 ഇക്വേഷൻസും നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന എല്ലാം പോസിറ്റീവ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എടുത്തൂടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരാം, π/2 അല്ല, ഇവിടെ 2π അല്ലേ, 2π പ്ലസ് തീറ്റ. അപ്പൊ ഏതായിരിക്കും 2π പ്ലസ് തീറ്റ ആണെങ്കിൽ സൈൻ 2π പ്ലസ് തീറ്റ. അപ്പൊ ഫ്രാക്ഷൻ അല്ലാത്ത വരാണ്, ഇവിടെ ഫ്രാക്ഷനിൽ വന്ന് 2π π ഒക്കെ വരുമ്പോ എന്താ, സൈൻ ആണെങ്കിൽ സൈൻ തന്നെ വരും. കോസ് 2π അപ്പൊ എന്താ വരിക, കോസ് തന്നെ വരും. ടാൻ ആണ് വരുന്നത് വെച്ചാലോ ടാൻ തന്നെ വരും. ഇതേമാതിരി കൊസീക്കിന്റെ സീക്കിന്റെ ഇടാം. കോസ് 2π പ്ലസ് തീറ്റ എന്താ വരിക, കൊസീക്ക് ആകുമ്പോൾ കൊസീക്ക് തന്നെ വരും. സീക്ക് ആണെങ്കിലോ സീക്ക് തന്നെ വരും. കോട്ടാണെങ്കിലോ കോട്ട് തീറ്റ. അങ്ങനെ 6 ഇതിലും 6 അതിലും 6. അപ്പൊ ഈ കാര്യങ്ങളും എന്തായിരിക്കും, പോസിറ്റീവ്. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ വരുമ്പം 2π പ്ലസ് തീറ്റ. അപ്പൊ 2πനേക്കാൾ കൂടുമ്പോൾ ഈ ക്വാഡ്രന്റിൽ വരും. π/2 മൈനസ് എന്ന് പറയുമ്പോൾ ഇതിൽ വരും. അപ്പൊ ഇവിടെ എല്ലാം എന്തായിരിക്കും, സൈൻ ഇടേണ്ട ആവശ്യമില്ല, ഒക്കെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതേമാതിരി ഈ ക്വാഡ്രന്റിലും പറയാം. ഈ ക്വാഡ്രന്റിൽ എങ്ങനെ പറയാം, π/2 പ്ലസ് തീറ്റ വരുമ്പോഴും പിന്നെ ഏതാ, ഇതേതാ പയ്യല്ലേ, π മൈനസ് വരുമ്പോഴും ഇക്വേഷൻ എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യാം, അതും അതുപോലെ ചെയ്തു നോക്കും. ആദ്യം നമുക്ക് π/2 പ്ലസ് വരുമ്പോഴല്ലേ, സൈൻ π/2 പ്ലസ് തീറ്റ, കോസ് π/2 പ്ലസ് തീറ്റ, ടാൻ π/2 പ്ലസ് തീറ്റ. അതുപോലെ ഇനി അടുത്ത കൊസീക് π/2 പ്ലസ് തീറ്റ, സീക്ക് π/2 പ്ലസ് തീറ്റ. അങ്ങനെ 6 ഉണ്ടാവില്ലേ, ആ 6ത്തിനും സൈൻ π/2 പ്ലസ് തീറ്റ. ഫ്രാക്ഷൻ വരുമ്പോൾ ഓപ്പോസിറ്റ് വരാം, കോസ്. അതേമാതിരി കോസ് π/2 വരുമ്പോൾ സൈനാണ്. ടാൻ π/2 വരുമ്പോൾ എന്താ വരിക, കോട്ടാണ്. അതുപോലെ കൊസീക് π/2 പ്ലസ് തീറ്റ ആണെങ്കിൽ എന്താ വരിക, സീക്ക് തീറ്റ. സീക്ക് π/2 പ്ലസ് തീറ്റ ആണെങ്കിലോ കൊസീക് തീറ്റ. കോട്ട് π/2 പ്ലസ് തീറ്റ ആണെങ്കിലോ ടാൻ തീറ്റ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആകെ ഉള്ളത് ഇവിടുന്ന് 2π മൈനസ് വരുമ്പോഴും അതന്നെ വരും, 2π പ്ലസ് വരുമ്പോൾ കോസാണ് കോസ് സൈൻ. ഇപ്പൊ ഫ്രാക്ഷൻ വരുമ്പോൾ ഓപ്പോസിറ്റ് വരും, സൈന് കോസാവും, കോസ് സൈൻ ആവും, ടാന് കോട്ടാവും, കോട്ട് ടാനും ആവും. ഇനി സൈൻ നിങ്ങൾ നോക്കേണ്ടത് ഇത് ഏത് ക്വാഡ്രന്റിലാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് ഒക്കത്തിനും പോസിറ്റീവാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇതിലോ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും സൈൻ്റെ ഓപ്പോസിറ്റും ആണ് പോസിറ്റീവ്. അപ്പൊ സൈനും സൈൻ്റെ ഓപ്പോസിറ്റ് ആയ ഏതാണ്, കൊസീക്കും പോസിറ്റീവും, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ്. ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ എഴുതാം, നെഗറ്റീവ് ആക്കിയിട്ട്. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം സൈന് മാത്രം ഇവിടെ എന്ത് ചെയ്യണ്ടാവും, കിട്ടുന്ന സൈന് നെഗറ്റീവും കൊസീക്ക് നെഗറ്റീവും ആവും. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണാം. ഇതിൽ മാത്രം നിങ്ങൾക്ക് മാറ്റം വരുന്നതാണ്, ഈ ഇതിൽ മാത്രം, ഏത് π/2 മാത്രം.
പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് മാറിയിട്ട് ബാക്കി എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ഏത് കോർണറിൽ വെച്ചിട്ട് പോസിറ്റീവ് ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ശരിക്കും എന്താണ് സൈന് പോസിറ്റീവ് ആവേണ്ടത്, കോസ് നെഗറ്റീവ് ആണ്. ഇതിൽ മാത്രം എന്ത് ചെയ്യും? ഒരു ചെറിയ ചേഞ്ച് വരുത്തുക. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും അതുപോലെ ചെയ്യാം. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാത്തിലും 12 ഇക്വേഷൻസ് ചെയ്താൽ. അപ്പൊ ഇതിൽ ഇനി വേറെ ഇക്വേഷൻസ് ഉണ്ടല്ലോ. എന്താണ് വരിക? പൈ മൈനസ് വരില്ലേ? അപ്പൊ സൈൻ പൈ മൈനസ് തീറ്റ. പൈ വരുമ്പോൾ സൈൻ ആണെങ്കിൽ സൈൻ തന്നെ, കോസ് ആണെങ്കിലോ കോസ് തന്നെ, ടാൻ ആണെങ്കിൽ ടാൻ പൈ മൈനസ് തീറ്റ ആണെങ്കിൽ എന്താ വരിക? ടാൻ തീറ്റ തന്നെ. കൊസീക് പൈ മൈനസ് തീറ്റ ആണെങ്കിൽ എന്താ വരിക? കൊസീക് തന്നെ. സീക് പൈ മൈനസ് തീറ്റ ആണെങ്കിൽ എന്താ വരിക? സീക് തീറ്റ. കോഡ് പൈ മൈനസ് തീറ്റ ആണെങ്കിൽ എന്താ വരിക? കോഡ് തീറ്റ. ഇങ്ങനെ 6 എഴുതി വെച്ചതിന് ശേഷം നിങ്ങളോട് പറഞ്ഞു സൈൻ നിങ്ങൾ ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിച്ചാൽ മതി? ഓൾ. ഇവിടെ പോസിറ്റീവ്. ഇവിടെ സൈനും സൈൻ്റെ ഓപ്പോസിറ്റായ കൊസിക്ക് മാത്രം പോസിറ്റീവ്. പക്ഷെ ഈ കേസിൽ മാത്രം അത് മാറും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കാം. ഏതാണ്? സൈനും സൈൻ്റെ ഓപ്പോസിറ്റായ കൊസിക്കും മാത്രമേ പോസിറ്റീവ്, ബാക്കി എന്ത് ചെയ്യാം? നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു. ഇനി ഈ കോർണറിൽ നമുക്ക് ടാൻ ആണ്. അപ്പൊ ടാൻ ഏതൊക്കെ വരിക? പൈ പ്ലസും വരും, പിന്നെ ഏതാ വരിക? 3π/2 മൈനസ് 1. അപ്പൊ പൈ മൈനസ് ഇത് പഠിച്ചേ പറ്റൂ, പ്രോബ്ലം ചെയ്യും. പൈ പ്ലസ്. അപ്പൊ ഏതൊക്കെയാ പ്ലസ് വരുമ്പോ? സൈൻ പൈ പ്ലസ് തീറ്റ. സൈൻ തീറ്റ തന്നെ, കാരണം പൈ വരുമ്പോ അതന്നെ. കോസ് പൈ പ്ലസ് തീറ്റ. പറഞ്ഞു പഠിക്കട്ടോ, അപ്പൊ തന്നെ പഠിച്ചു. കോസ് പൈ പ്ലസ് തീറ്റ, കോസ് തീറ്റ. ടാൻ പൈ പ്ലസ് തീറ്റ എന്താ വരിക? ടാൻ തീറ്റ. കൊസീക് പൈ പ്ലസ് തീറ്റ, കൊസീക് തീറ്റ. സീക് പൈ പ്ലസ് തീറ്റ, സീക് തീറ്റ. ടാൻ പൈ പ്ലസ് തീറ്റ, ടാൻ തീറ്റ. ഇനി നിങ്ങൾ സൈൻ ഇടുന്നത് ഇവിടെ ഏത് മാത്രമാണ് പോസിറ്റീവ്? ടാനും ടാൻ്റെ ഓപ്പോസിറ്റും പോസിറ്റീവ്. അപ്പൊ ടാന് ടാൻ്റെ ഓപ്പോസിറ്റ് കോട്ട്, കോട്ടാണ്. ടാൻ ടാൻ്റെ ഓപ്പോസിറ്റ്, ഇത് രണ്ടും പോസിറ്റീവ് ഇടാം. ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യാം? നെഗറ്റീവ് ആൻസർ കിട്ടും. പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ 12 ഒരു 6 ഇക്വേഷൻ. ഇനി ഇതുപോലെ ഫ്രാക്ഷൻ കിട്ടും. 3π/2 മൈനസ് 7. അപ്പൊ മൈനസ് തീറ്റ വരുമ്പോൾ എന്താ വരിക? ഫ്രാക്ഷൻ വരുമ്പോൾ മാറിപ്പോകും. കോസ് 3π/2 മൈനസ് തീറ്റ. സൈൻ 3π. ഇനി ഏതാ? ടാൻ അല്ല, ടാൻ 3π/2 മൈനസ് തീറ്റ. പറയൂ. കോട്ട് കൊസീക് 3π/2 മൈനസ് തീറ്റ. സീക് 3π/2 മൈനസ് തീറ്റ. കൊസീക് കോട്ട് 3π/2 മൈനസ് തീറ്റ, ടാൻ. ഇനി ഇതിന്റെ സൈൻ നോക്കുക. സൈൻ നോക്കിയിട്ട് പറയാം ഇതിൽ ഏത് മാത്രം പോസിറ്റീവ് ഇടുക? ടാനും കോട്ടും മാത്രം പോസിറ്റീവ്. ഇത് രണ്ടും പോസിറ്റീവ്. ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കൊസ് നെഗറ്റീവ് ആയിരിക്കും, സൈന് നെഗറ്റീവ് ആയിരിക്കും, കൊസീക്ക് സീക്കും നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം? 6 12 ഇക്വേഷൻസ് ചെയ്താം. അപ്പൊ ഇവിടെ ഏതാ വരിക? 3π പ്ലസ് തീറ്റ, അതുപോലെ 2π മൈനസ് തീറ്റ, അങ്ങനെ വരും. അങ്ങനെ 6 കൂടെ എഴുതി നോക്കുക. അപ്പൊ അവിടെ ഏത് മാത്രം പോസിറ്റീവ് ഇട്ട് കൊടുക്കുക? കോസും സീക്കും മാത്രം പോസിറ്റീവ് ഇടുക. ബാക്കിയൊക്കെ എന്തായിരിക്കും വരിക? നെഗറ്റീവ് വരിക. അങ്ങനെ 48 ഇക്വേഷനാണ്. പക്ഷെ അത് 48 പഠിക്കാനല്ല, കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കേണ്ടത് പൈ പ്ലസ് ഓർ മൈനസ് ആണെങ്കിലും ഫ്രാക്ഷൻ വരുമ്പോൾ പൈ ഫ്രാക്ഷൻ ഇല്ലാണ്ട് വരുമ്പോൾ സൈൻ ആണെങ്കിൽ സൈൻ തന്നെ, കോസ് ആണെങ്കിൽ കോസ് തന്നെ. പക്ഷെ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ സൈൻ ആണെങ്കിൽ കോസ്, കോസ് ആണെങ്കിൽ സൈന്, അങ്ങനെ പഠിക്കും. ആ ഒരു കാര്യം പ്ലസും മൈനസ് ആണെങ്കിൽ പൈ ആണെങ്കിൽ ഫ്രാക്ഷൻ ഇല്ലാത്തയാണെങ്കിൽ അതന്നെ എഴുതി വെക്കാം. അത് പഠിച്ചേ പറ്റും. സൈൻ പൈ എന്ന് കണ്ട സൈൻ തന്നെ, കോസ് പൈ എന്നാണെങ്കിൽ പൈ കോസ് തന്നെ,
പക്ഷെ ഫ്രാക്ഷൻ വരുമ്പോൾ സൈൻ π/2 പ്ലസ് തീറ്റ ആണെങ്കിൽ കോസ്. അങ്ങനെ അത് അങ്ങോട്ട് ഫ്രാക്ഷൻ വരുമ്പോൾ കോഫങ്ഷൻ എഴുതി വെക്കുക. ഫ്രാക്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ അതന്നെ എഴുതുക. പിന്നെ സൈൻ നിങ്ങൾ ഇട്ട് കൊടുക്കുക, എല്ലാം പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക, സൈനും സൈൻ്റെ ഓപ്പോസിറ്റും പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. ഇതിൽ ടാനും ടാൻ്റെ ഓപ്പോസിറ്റും പോസിറ്റീവ് ഇടുക, ബാക്കിയൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഏതാണ്, കോസും കോസിൻ്റെ ഓപ്പോസിറ്റും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ്. അത് റെഡിയാക്കി പഠിക്കും. അപ്പം 48 ഇക്വേഷൻ ഇതൊന്ന് കിട്ടും. പക്ഷെ 48 എഴുതി പഠിക്കണമെന്നില്ല. ഈ ഓൾ സ്റ്റുഡൻസ് സ്റ്റഡി ട്രിഗ്നോമെട്രി കെയർഫുള്ളി എന്നുള്ള വാക്കെടുക്കുക. ഈ ഒരു കാര്യം ഫ്രാക്ഷൻ ആണെങ്കിൽ അങ്ങോട്ട് സൈനാണ് കോസാണ്. പക്ഷെ ഫ്രാക്ഷൻ ഇല്ല, π/2π എന്ന് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾസ് വരിക. പൈൻ്റെ മൾട്ടിപ്പിൾസ് വരികയാണെങ്കിൽ സൈനാണെങ്കിൽ സൈൻ തന്നെ. 3π ആണെങ്കിൽ 4π ആണെങ്കിൽ 5π ഒക്കെ ആണെങ്കിൽ സൈൻ ആണെങ്കിൽ സൈൻ തന്നെ വരും. പക്ഷെ ഫ്രാക്ഷൻസ് π/2 3π/2 5π/2 ഒക്കെ വരികയാണെങ്കിൽ സൈൻ ആണെങ്കിൽ കോസ്, കോസ് ആണെങ്കിൽ സൈന്, ടാൻ ആണെങ്കിൽ കോട്ടാണെങ്കിൽ ടാൻ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സൈൻ നമ്മൾ ക്വാഡ്രന്റ് വെച്ചിട്ട് പറയും, ഏത് ക്വാഡ്രന്റിലാണോ ഉള്ളത് അതിനനുസരിച്ച് ഇടാം. ക്ലിയർ അല്ലേ?